അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ പടച്ചറബിന് മാത്രം അറിയാം. വേദനിപ്പിക്കുന്ന വാർത്തകളെ നമുക്ക് നിങ്ങളെ അറിയിക്കാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, 2 മക്കളുടെ മരണമുണ്ട്. അബദ്ധത്തിലാണ് ഈ 2 മക്കളും മരണപ്പെട്ടു പോയത്. അബദ്ധത്തിലും അപകടത്തിലുമായി നിരന്തരം നമ്മുടെയൊക്കെ മക്കൾ ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുക. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. മക്കളാണ് നമ്മുടെ എല്ലാം. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും ഒക്കെ നമ്മുടെ മക്കളാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവരില്ലാത്ത ആ ഒരു ലോകം നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇന്ന് എത്രയെത്ര മാതാപിതാക്കളാണ് കണ്ണീരിലായത്. മക്കൾ മരണപ്പെട്ട ഓരോ കുടുംബത്തിലും ചെന്നാൽ അറിയാം ആ മാതാപിതാക്കളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും. വർഷങ്ങൾ ഒരുപാടായിട്ടും അവരുടെ മനസ്സിൽ നിന്നും ആ വേദന കെട്ടടങ്ങാതെ ആ മക്കൾ ഇന്ന് മരണപ്പെട്ടതുപോലെയാണ് അവരുടെ ആ മുഖത്ത് നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. പടച്ചറബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പടച്ചറബ് നൽകുമാറാകട്ടെ. ഇതുപോലുള്ള വാർത്ത നിരന്തരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് നമ്മുടെ തന്നെ മാനസികാവസ്ഥ തെറ്റിപ്പോകുന്ന അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ടാണ് ചില മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ താമസിച്ചു പോകുന്നത്. നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. ഇന്ന് നടക്കുന്ന നടപ്പിലും ചിരിക്കുന്ന ചിരിയിലും ഓടുന്ന ഓട്ടത്തിലും ആടുന്ന ആട്ടത്തിലും ആളുകൾ അറിയാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ കൽബിൽ പടച്ചറബ് ഈമാൻ നിലനിർത്തി തരട്ടെ. ഈമാൻ വിട്ടുള്ള കളി ആരും കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. എന്നും നമ്മുടെ കൽബിൽ ഈമാൻ നിലനിർത്തിക്കൊണ്ടാകണം നമ്മളെ എല്ലാ കളികളും. പടച്ചറബ് അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ. മക്കളുടെ മരണം തന്നെയാണ് നമുക്ക് ആർക്കും താങ്ങാൻ പറ്റാത്തത്. നാളെ നമ്മളെ കഫിൻ പുടവ അണിയിക്കേണ്ട മക്കളാണ് നേരത്തെ പോയി കിടക്കുന്നത്. ആ മക്കൾക്ക് നമ്മൾ കഫിൻ ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. റബ്ബേ, ഈ ഒരു അവസ്ഥ ആർക്കും നീ വരുത്തല്ലേ റബ്ബേ. ചെറിയ 10 വയസ്സുകാരനാണ് അബദ്ധത്തിൽ മരണപ്പെട്ടത്. ആ പൊന്നുമോൻ അറിയില്ല മരണത്തിൻ്റെ രൂപത്തിൽ അവിടെ അപകടം കിടപ്പുണ്ട് എന്ന്. വീട്ടിൽ നിന്നും വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ചിരിച്ചും കളിച്ചും ഓടിക്കളിക്കുകയായിരുന്നു ആ പൊന്നുമോൻ. വീട്ടിലുണ്ടായിരുന്ന തൊട്ടിൽ, ആ തൊട്ടിൽ തുണിയിലാണ് ആ പൊന്നുമോൻ അബദ്ധത്തിൽ കുടുങ്ങിപ്പോയത്. അതും ആ പൊന്നുമോൻ്റെ കഴുത്തിലായിരുന്നു കുടുങ്ങിയത്. പടച്ചറബ്ബേ, ഒന്ന് നിലവിളിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല ആ പൊന്നുമോൻ. 10 വയസ്സുള്ള മോനാണ് തൊട്ടിലിൽ കുടുങ്ങി മരണപ്പെട്ടത്. ശരിക്കും ഇത് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് 10 വയസ്സുണ്ട്. ചിലപ്പോൾ പടച്ചറബിൻ്റെ കലായിരിക്കാം. അങ്ങനെയല്ലാതെ നമ്മളെങ്ങനെയാണ് സമാധാനിക്കുക? സാധാരണ ചെറിയ കുട്ടികൾ, ചെറിയ മക്കളാണ് ഇതുപോലെ അപകടത്തിൽപ്പെടുക. ഇത് 10 വയസ്സുണ്ട് ആ മോന്. ചോക്കാട് മമ്പാട്ടുമൂല മീനങ്ങോടൻ വഹാബിൻ്റെ മകൻ മുഹമ്മദ് ഷിഹാനാണ് ഇതുപോലെ മരണപ്പെട്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ നാടും നാട്ടുകാരും ഞെട്ടിയിരിക്കുകയാണ് ഈ മോൻ്റെ മരണത്തിൽ. അവിടെയുള്ള എല്ലാ വീടുകളും ഇന്ന് മരണ വീട് പോലെയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. എല്ലാവരും മക്കളെ ശ്രദ്ധിക്കുക. ചെറിയ മക്കളാണ് അപകടത്തിലും അബദ്ധത്തിലും ഒക്കെ പെടാം. പക്ഷെ നമ്മുടെ മക്കളിൽ മേൽ നമ്മുടെ 2 കണ്ണും മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ബാക്കിയൊക്കെ പടച്ചറബിൻ്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കാം. പടച്ചറബ്ബേ, ഈ പൊന്നുമോൻ്റെ കുടുംബത്തിന്, അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ലാഹ്. ഇതുപോലുള്ള മരണത്തിൽ നിന്നും എല്ലാ മക്കളെയും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, വേറൊരു വേദനിപ്പിക്കുന്ന മരണമുണ്ടായിരിക്കുന്നത് വടകര വള്ളിക്കാട് സ്വദേശി അൻസാറിൻ്റെ മരണമാണ്. 28 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൻസാർ മരണപ്പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് കേട്ടോ. പടച്ചറബ്ബ് ഇതുപോലുള്ള അവസ്ഥയിൽ നിന്നും എല്ലാവരെയും കാക്കട്ടെ. ഇതെല്ലാവരും ശ്രദ്ധിക്കാനും കൂടിയാണ് നമ്മൾ ഈ ഒരു വാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. കാറുകളിലെ സുരക്ഷാ മുൻകരുതലുകളെ കുറിച്ചുള്ള വലിയൊരു മുന്നറിയിപ്പും കൂടിയാണ് അൻസാറിൻ്റെ മരണം. ഇനി ഇതുപോലെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഓരോ കുടുംബത്തിൻ്റെയും വേദനയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കടന്നു ചെല്ലുന്നത്. എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. ജോലി കഴിഞ്ഞ് വിശ്രമിക്കാനായി കാറിനുള്ളിൽ കയറിയ അൻസാർ, പിന്നെ അൻസാറിനെ കാണുന്നത് മരിച്ച നിലയിലാണ്. ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി കാറിനുള്ളിൽ വിശ്രമിക്കാൻ കയറിയ അൻസാർ ഹീറ്റർ ഓൺ ചെയ്യുകയും ഗ്ലാസുകൾ പൂർണ്ണമായും അടച്ച് ജോലി ചെയ്ത ക്ഷീണത്താൽ നല്ല ഉറക്കത്തിലായിരുന്നു അൻസാർ.
എന്നാൽ എൻജിൻ പ്രവർത്തിക്കുന്നതിനിടെ പുറംതള്ളപ്പെടുന്ന മണമില്ലാത്ത വിഷവാതകമായ കാർബൺ മോണോക്സൈഡ് കാറിനുള്ളിൽ നിറഞ്ഞത് ആ മകൻ അറിഞ്ഞില്ല. നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ശ്വാസതടസ്സം തിരിച്ചറിയാൻ കഴിയാതെ വരികയും മരണം സംഭവിക്കുകയുമായിരുന്നു ഉണ്ടായത്. പ്രിയപ്പെട്ടവരെല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ചെറിയൊരു അശ്രദ്ധ, അറിവില്ലായ്മയുമാണ് ഇന്ന് ഒരു കുടുംബം കണ്ണീരിലായത്, ഒരു ജീവനും ജീവിതവും ഇല്ലാതായത്. ഇതുപോലെ കാറിനുള്ളിൽ വിശ്രമിക്കുന്നവർ ശ്രദ്ധിക്കുക. അതും എൻജിൻ പ്രവർത്തിച്ച് ദീർഘനേരം കാറിനുള്ളിൽ ഉറങ്ങുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒരുപോലെ തളർത്തിയ ഒരു മരണമാണ് ഇവിടെ സംഭവിച്ചത്. പടച്ച റബ്ബ് അവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. അൻസാറിൻ്റെ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ക്ഷമിക്കാനുള്ള സഹനശക്തി കൊടുക്കുമാറാകട്ടെ. പടച്ച റബ്ബെ അർഹമുറാഹിമായ റബ്ബെ, അൻസാർ മുഹമ്മദ് ഷിഹാൻ എന്ന പൊന്നു മക്കൾ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ. അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പൊന്നു മക്കളുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ. പടച്ച റബ്ബെ, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബെ. അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഒരുപാട് മാതാപിതാക്കളുടെ ഇന്ന് മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് റബ്ബെ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും നൽകണേ റബ്ബെ. അവരുടെ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബെ. പടച്ച റബ്ബെ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മൾ മാതാപിതാക്കളിൽ നിന്നും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബെ. പടച്ച റബ്ബെ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ. പടച്ച റബ്ബെ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബെ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പറ്റുന്നവരൊക്കെ ഈ മരണപ്പെട്ട 2 മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇവരുടെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും തീർച്ചയായും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.